നമുക്ക് സുജു ടി ബാബു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. മിഥുൻ്റെ വീട്ടിൽ നിന്നാണ് സുജു ചേരുന്നത്. സുജുവിനോട് കൂടി സംസാരിച്ചതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. സുജു, ആ വീട്ടിൽ നിന്ന് എങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രമാത്രം വേദന നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്, വീടാണ്. പ്രിയപ്പെട്ട മകൻ്റെ മടങ്ങി വരവിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ചേതനയറ്റ ശരീരമായി സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മിഥുൻ വീട്ടിലേക്ക് ഒരു വട്ടം കൂടി വരും, അവസാന യാത്രയ്ക്കായി. എത്രമാത്രം സങ്കടത്തോടെയാണ് ആ നാട് മിഥുനെ കാത്തിരിക്കുന്നത് സുജു? തീർച്ചയായിട്ടും വലിയ സങ്കടത്തോടെ തന്നെയാണ് ആ നാട് കാത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഇതിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഇതിൻ്റെ അമ്മൂമ്മ, അച്ഛൻ, സഹോദരൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളുമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സങ്കടകരം മിഥുൻ്റെ വലിയമ്മയുടെ വാക്കുകൾ തന്നെയാണ്. മിഥുൻ്റെ അമ്മ വിദേശത്തേക്ക് പോയ ശേഷം വലിയമ്മയുടെ കയ്യിലാണ് ഈ മകനെ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ടാണ് പോയിരുന്നത്. എന്നാൽ ഇപ്പോൾ തിരികെ എത്തുമ്പോഴത്തേക്ക് മിഥുൻ്റെ ചേതനയേറ്റ ശരീരമാണ്. എങ്ങനെ മകനെ തിരിച്ചു നൽകുമെന്ന അമ്മയുടെ ചോദ്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലും ആ അമ്മയെ കാണാൻ സാധിക്കും. വൈകിട്ട് ഉച്ചയോടുകൂടിയാണ് മിഥുൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക. അതിനുശേഷം വീടിനോട് തന്നെ തൊട്ടടുത്ത് തന്നെ വീടിനോട് ചേർന്ന് നിൽക്കുന്നിടത്താണ് ഈ ചിതയൊരുക്കുക. ഇപ്പോൾ വീട്ടിൽ ഇന്നലെ തന്നെ ഈ സമ്മാനങ്ങളും അല്ലെങ്കിൽ ഇതൊക്കെ പലതരത്തിൽ മികവ് കാട്ടിയതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നുള്ള ചോദ്യമാണ് ഈ കുടുംബം മുമ്പോട്ട് വെക്കുന്നത്. തൊട്ട് അടുത്തെല്ലാം വീടുകളുണ്ട്. അവന് സൂചിപ്പിച്ച ഉടനെ ആ നാട്ടിലെല്ലാവരോടും വളരെ സഹകരിക്കുകയും ഏറ്റവും ഊർജ്ജസ്വലമായിരിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു 13-കാരനായ മിഥുൻ. അതുകൊണ്ട് തന്നെ ഒരു നാടാകെ വലിയ സങ്കട കടലിലാകുന്ന സാഹചര്യമാണ്. വാക്കുകൾക്കതീതമാണ്, അല്ലെങ്കിൽ ഇതുമാണ് ഇവിടെയുള്ള നമ്മുടെ ആളുകളോട് സംസാരിക്കാനും ഒക്കെ തന്നെ വലിയ ആ സങ്കടത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അടുത്ത ആ ബന്ധുക്കളും കാര്യങ്ങളും ഒക്കെയാണ്, ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. മനു, തീർച്ചയായും സുജു ഇനി അധികം അവിടെ വന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കറിയാം സുജുവിന് അവിടെ വന്ന് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട്. അതുമാത്രമല്ല, നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്നത് ഒരു മര്യാദകേട് കൂടിയാണ്. സുജു അത് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സുജു, തീർച്ചയായും ആ കുടുംബത്തോടുള്ള എല്ലാ ബഹുമാനത്തോടെയും തന്നെ നമുക്ക് തൽക്കാലത്തേക്ക് പിന്നീട് സംസാരിക്കാം. ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് സുജു നമ്മളോട് ഈ ചെറിയ നിമിഷങ്ങൾക്കുള്ളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അവിടെ നിന്ന് അധികം സംസാരിക്കുന്നതൊരു മര്യാദ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് മാറുന്നതും